അലൈക്കും. കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ പെരുന്നാളിന് ഉണ്ടാക്കാൻ വേണ്ടി തലശ്ശേരി ദം ബിരിയാണി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. തലശ്ശേരി ദം ബിരിയാണിൻ്റെ ടേസ്റ്റ് ഞാൻ പറഞ്ഞറിയിക്കണ്ടല്ലോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. എൻ്റെ വീഡിയോ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ടാക്കുന്നതുകൊണ്ട് ആദ്യം ചിക്കൻ മസാല ഇടാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് ഉപ്പ്, ഒരു മുറി ചെറുനാരങ്ങ നീര്. മാറ്റി വെക്കാം. സ്റ്റവ് ഓണാക്കി ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ശാലോ ഫ്രൈ ചെയ്താൽ മതി. ഇതിലേക്ക് നമുക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല ഫ്രൈ ആകേണ്ട ആവശ്യമില്ല. അതായത് മസാലയിൽ ഇട്ടിട്ട് കുക്കാവും. കുറച്ച് മുളക് ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം. സ്റ്റവ് ഓഫ് ചെയ്യാം. ഫ്രൈ ആയിട്ടുണ്ട്. പ്ലേറ്റേക്ക് മാറ്റാം. പാത്രം ചൂടായിട്ടുണ്ട്. ഞാൻ ഗീ ഒഴിച്ച് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണ് ഗീ, കുറച്ച് ഓയിൽ, 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ചൂടായിട്ടുണ്ട്. ഞാനിത് 3 മീഡിയം സൈസ് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് 250 ഗ്രാം ഉള്ളിയാണ്. ചെറുതായി നേർങ്ങനെ മുറിച്ചത്. ഉള്ളി പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി കുറച്ച് ബ്രൗൺ ആയിട്ടുണ്ട്. ഇങ്ങനെ ബ്രൗണായപ്പോൾ നല്ലപോലെ ഉടഞ്ഞ് വരണം. ഉള്ളി ഇതുപോലെയാണോ ഉടഞ്ഞ് ബ്രൗണായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 5 പച്ചമുളക് ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂട്ടാം. 2 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചതച്ചത്, 2 ടേബിൾ സ്പൂണ് ഇഞ്ചി ചതച്ചത്. ഇതൊക്കെ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 തക്കാളി എടുത്തിട്ടുള്ളത്. അത് 250 ഗ്രാമാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തിട്ട് ഇളക്കാണ്ട് ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ ആക്കി വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് വേവിക്കാം. അപ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞ് വരും. ഓക്കെ, തുറന്നൊന്ന് നോക്കാം. തക്കാളിയൊക്കെ ഉടഞ്ഞോ നോക്കാം. തക്കാളിയൊക്കെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. എന്നാലും ഒരു 1-2 മിനിറ്റും കൂടി വേവിക്കാം. മസാലയൊക്കെ നല്ലപോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യുന്നുണ്ട്. നേരത്തെ ഞാൻ ഇതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ചിക്കൻ പൊരിക്കുമ്പോഴും ഉള്ളിയിലൊക്കെ ഉപ്പ് ചേർത്തിന്. ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്യുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്യുക. അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കാം. നോക്കാം. മസാല റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വന്ന് എല്ലാം നല്ലപോലെ ഉടഞ്ഞിട്ടുമുണ്ട്. ഉള്ളിയും തക്കാളിയും ഒക്കെ നല്ലപോലെ ഉടഞ്ഞിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്യുക. ചോറുണ്ടാക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഗീ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കഷ്ണം പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ബേ ലീഫ്, അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മുന്തിരിങ്ങ ചേർത്ത് കൊടുത്ത്
2.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിന് ഞാൻ 4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. ചോറ് ഒട്ടിപ്പിടിക്കുന്നതായിട്ടാണ്. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇത് 1/2 കിലോ അരിയാണ്. 2.5 കപ്പ് അരിയുണ്ട്. ഇത് നല്ലപോലെ വെള്ളം തിളച്ചതിന് ശേഷം അരി ഇട്ട് കൊടുക്കാം. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വേവിക്കാം. തുറന്ന് ഇളക്കി കൊടുക്കാം. പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചോറായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ദമ്മിടാം. ഈ മസാലയിലേക്ക് ദമ്മിടാം. ഇതിൻ്റെ മേലെ കുറച്ച് ചോറ് ഇടാം. നല്ല കുറച്ച് നീരോട് കൂടി ആയിരിക്കണം. അതുപോലെ മെല്ലെ മെല്ലെ ഇട്ട് കൊടുക്കുക. കുറച്ച് ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെ വീണ്ടും ചോറിട്ട് കൊടുക്കുക. ഇനി കുറച്ച് ഗീ ഒഴിച്ച് കൊടുക്കുക. മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗരം മസാല. സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്കിത് ദമ്മിടാം. ചുരുങ്ങിയത് ഒരു 15 മിനിറ്റെങ്കിലും ദമ്മിടണം. ഒരു ഓട്ട ചെറുങ്ങനൊന്ന് ഊസായി കൊടുക്കാം. ഗ്ലാസിൻ്റെ മൂടിയാകുമ്പോൾ ഇതിലേക്ക് അടച്ചു വെച്ചാൽ ഇതിൻ്റെ വെള്ളം കിട്ടും. അതുകൊണ്ട് നമുക്കൊരു തുണി കവർ ചെയ്തിട്ട് ഇതിൻ്റെ മേലെ ഈ മൂടിയിട്ട് ഇങ്ങോട്ട് ചെയ്യാം. നിങ്ങളുടെ അടുത്ത് സ്റ്റീലിൻ്റെ മൂടി ഉണ്ടെങ്കിൽ അതിട്ട് അടച്ചാൽ മതി. ഇതുപോലെ ചെയ്താൽ നല്ലപോലെ ദമ്മാവും. തുറന്നൊക്കെ നല്ലപോലെ ദമ്മായിട്ടുണ്ട്. നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് ചോറ് മാറ്റാം. അതിൽ ഇതുപോലെ മെല്ലെ മിക്സ് ചെയ്തെടുക്കാം. ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റാം. ഈ ചോറിലേക്ക് ചിക്കൻ മാറ്റി വെച്ചിട്ട് മസാല എടുത്തിടണം. എന്നിട്ട് മസാല ചോറുമായിട്ട് മിക്സ് ചെയ്യുക. ചിക്കൻ നമുക്ക് മാറ്റി വെക്കാം വേറൊരു പ്ലേറ്റിലേക്ക്. സൈഡിലേക്ക് തന്നെ മാറ്റാം. തലശ്ശേരിയിലെ പൊരിച്ച കോഴിയുടെ ദം ബിരിയാണി. ഇത് കോഴി പൊരിച്ചെടുത്ത് എന്നിട്ട് മസാല ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കുന്നതാണ്. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല മിക്സായി നല്ല മണമൊക്കെ വന്ന് നമുക്കിതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ആ സൈഡിൽ നമുക്ക് ചിക്കൻ എടുത്ത് വെക്കാം. മസാല കുറച്ച് മസാല ചിലവർക്ക് നല്ല ഇഷ്ടമായിരിക്കും മസാല. കുറച്ച് മസാല സൈഡിലേക്ക് ഇട്ട് കൊടുക്കാം സെർവ് ചെയ്യുമ്പോൾ. പെരുന്നാളിൽ എല്ലാവരും ഒന്ന് ഈ ബിരിയാണി ഒന്ന് വെച്ച് നോക്കണം. വളരെ നല്ല ടേസ്റ്റാണ്. വലിയ പണിയൊന്നുമില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.